ഇന്ത്യയിലെ ഏറ്റവും വലിയ IT സ്ഥാപനങ്ങളിൽ ഒന്നായ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് TCS 12,000 ജീവനക്കാരെ പിരിച്ചുവിടാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. ആഗോളതലത്തിൽ തങ്ങളുടെ ജീവനക്കാരിൽ 2% പേരെ ഒഴിവാക്കാനാണ് കമ്പനി ആലോചിക്കുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ 12,000 ജീവനക്കാർക്ക് ജോലി നഷ്ടമാകും. TCSന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി പുനഃക്രമീകരണങ്ങളിൽ ഒന്നാണിത്. ആഭ്യന്തര മാനവ വിഭവശേഷി നയങ്ങൾ പരിഷ്കരിച്ചതിന് പിന്നാലെയാണ് TCSന്റെ ഈ പുതിയ നീക്കം. മിഡിൽ ലെവൽ പ്രൊഫഷണലുകൾ തുടങ്ങി സീനിയർ ലെവലിലുള്ളവർ വരെ ഇതിൽ ഉൾപ്പെടുന്നു. ചില ജൂനിയർ തലത്തിലുള്ള ജീവനക്കാർക്കും ഇത് ബാധകമാണ്. ദീർഘകാലമായി സേവനമനുഷ്ഠിച്ചു വന്നവരിൽ നിരവധി പേരെയും ഇത് ബാധിക്കുന്നു. ഈ തീരുമാനം കഠിനവും എന്നാൽ അനിവാര്യവുമായ തിരിച്ചറിവാണെന്നാണ് TCS CEOയും മാനേജിംഗ് ഡയറക്ടറുമായ K. കൃതിവാസൻ പറഞ്ഞത്. ഇന്ത്യക്കാർക്കിടയിൽ സ്ഥിരതയ്ക്ക് പേരുകേട്ട ഒരു കമ്പനി ആയിരുന്നിട്ടും ആയിരക്കണക്കിന് ജീവനക്കാരെ പെട്ടെന്ന് പിരിച്ചുവിടുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഈ തീരുമാനം ഉയർത്തുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AIയുടെ കടന്നുവരവ് ഇതിന് പിന്നിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടോ എന്നുള്ള ചർച്ചകളും സജീവമാണ്. TCS പറയുന്നത് ഈ തൊഴിൽ വെട്ടിച്ചുരുക്കലിന് കാരണം AIയുടെ കാര്യക്ഷമത വർദ്ധിച്ചതുകൊണ്ടല്ല, മറിച്ച് കമ്പനിയെ കൂടുതൽ ചടുലവും ഭാവിക്ക് തയ്യാറുള്ളതുമാക്കി മാറ്റുന്നതിനുള്ള ഒരു വലിയ കാഴ്ചപ്പാടിന്റെ ഭാഗമാണിതെന്നാണ്. റോയിട്ടേഴ്സ് റിപ്പോർട്ട് പ്രകാരം ടാറ്റ ഗ്രൂപ്പിലെ ഏറ്റവും ലാഭകരമായ കമ്പനിയായ TCS പുതിയ വിപണികളിലേക്ക് വ്യാപിക്കുകയും പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുകയും AI സംയോജനത്തിലേക്ക് ചായുന്നതിന്റെയും ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഈ പുനഃക്രമീകരണം. തങ്ങൾക്ക് കുറവ് ആളുകളെ ആവശ്യമുള്ളതുകൊണ്ടല്ല ഈ മാറ്റമെന്നും ഉയർന്ന നിലവാരമുള്ള പ്രതിഭകളെ കണ്ടെത്താനും പരിശീലിപ്പിക്കാനും നിയമിക്കാനും തങ്ങൾ തുടർന്നും ശ്രമിക്കുമെന്നും കൃതിവാസൻ വ്യക്തമാക്കി. ഇതിന്റെ പ്രധാന കാരണം ജീവനക്കാരെ വിന്യസിക്കാനുള്ള സാധ്യതകൾ മാറുന്നു എന്നുള്ളതാണ്. പഴയ വാട്ടർഫോൾ മെത്തേഡ് പോലുള്ള പ്രോജക്ട് മാനേജ്മെന്റ് മോഡലുകൾക്ക് ഒന്നിലധികം നേതൃത്വ ടീമുകൾ ആവശ്യമായിരുന്നു. എന്നാൽ പുതിയ രീതികളിലേക്ക് മാറുന്നതോടെ ഇതും മാറിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ ക്ലയന്റുകൾക്ക് സേവന വിതരണത്തിൽ ഒരു ബുദ്ധിമുട്ടും ഈ മാറ്റം മൂലം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കമ്പനി പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം TCS തങ്ങളുടെ 5.5 ലക്ഷത്തിലധികം ജീവനക്കാർക്ക് ബേസിക് AI സ്കിൽസിൽ പരിശീലനം നൽകിയിട്ടുണ്ട്. കൂടാതെ 1 ലക്ഷത്തോളം പേർക്ക് നൂതന AI പരിശീലനവും നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും എല്ലാ ജീവനക്കാർക്കും, പ്രത്യേകിച്ച് ഉയർന്ന തസ്തികകളിലുള്ളവർക്ക് പുതിയ സാങ്കേതിക വിദ്യകളിലേക്ക് എളുപ്പത്തിൽ മാറാൻ കഴിഞ്ഞിട്ടില്ല. പഴയ പ്രോജക്ട് മോഡലുകളിൽ പ്രവർത്തിച്ച് ശീലിച്ചവർക്കാണ് ഈ മാറ്റം ഒരു വെല്ലുവിളിയാകുന്നത്. കമ്പനിയുടെ ഔദ്യോഗിക നിലപാട് ഇത് AI കാരണമുള്ള പിരിച്ചുവിടൽ അല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും AIയും ഓട്ടോമേഷനും IT തൊഴിൽ വിപണിയെ നിശബ്ദമായി മാറ്റിമറിക്കുന്നുണ്ടെന്ന് വിദഗ്ധർ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് മാനുവൽ ടെസ്റ്റിംഗ് പോലുള്ള ജോലികൾ AI ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കപ്പെടുന്നു. സാങ്കേതിക മാറ്റങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തവർക്ക് ഇതൊരു ഭീഷണിയാണ്. ഈ പ്രവണത TCSൽ മാത്രം ഒതുങ്ങുന്നതല്ല. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ആഗോളതലത്തിലെ പ്രധാന ടെക് കമ്പനികൾ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുകയും ഓട്ടോമേഷൻ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സിലിക്കൺ വാലിയിലെ ഭീമനായ മൈക്രോസോഫ്റ്റ് അവരുടെ കോഡിന്റെ ഏകദേശം 30% ഇപ്പോൾ AI ജനറേറ്റഡ് ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പിരിച്ചുവിടുന്ന ജീവനക്കാരെ പെട്ടെന്ന് ഒഴിവാക്കില്ലെന്ന് TCS ഉറപ്പ് നൽകിയിട്ടുണ്ട്. പകരം ഘട്ടം ഘട്ടമായി ശ്രദ്ധാപൂർവമായ ഒരു രീതിയാണ് കമ്പനി പിന്തുടരുന്നത്. അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ബാധിക്കപ്പെട്ടേക്കാവുന്നവർക്ക് കമ്പനിക്കുള്ളിൽ തന്നെ മറ്റൊരു റോൾ നൽകാൻ അവസരം നൽകും. ഈ വർഷം മുഴുവനും പിരിച്ചുവിടൽ നടപടി തുടരും. ഞങ്ങളിത് തിരക്കിട്ട് ചെയ്യില്ല. ബാധിക്കപ്പെട്ടേക്കാവുന്ന ആളുകളുമായി ആദ്യം സംസാരിക്കും. അവർക്ക് അവസരം നൽകും. അവസരം നൽകാൻ കഴിയാതെ വരുമ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യും, കൃതിവാസൻ മണി കൺട്രോളിനോട് പറഞ്ഞു. പുറത്തു പോകേണ്ടി വരുന്നവർക്ക് TCS തങ്ങളുടെ സ്റ്റാൻഡേർഡ് HR നയങ്ങൾക്കനുസരിച്ചുള്ള പിന്തുണ നൽകും. ഇതിൽ നോട്ടീസ് പീരീഡ് ശമ്പളം, ഇൻഷുറൻസ് പരിരക്ഷ, പിരിച്ചുവിടൽ ആനുകൂല്യങ്ങൾ, ഔട്ട് പ്ലേസ്മെന്റ് പിന്തുണ, കൗൺസിലിംഗ് സേവനങ്ങളിലേക്കുള്ള പ്രവേശനം എന്നിവ ഉൾപ്പെടും. ഞങ്ങളിത് വളരെ അനുകമ്പാപൂർവമായിരിക്കും ചെയ്യുക, കൃതിവാസൻ കൂട്ടിച്ചേർത്തു. ഈ പ്രക്രിയ 2026 സാമ്പത്തിക വർഷത്തിലെ 3 പാദങ്ങളിലായി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.